GST കൗൺസിലിന്റെ സെപ്റ്റംബർ 3-4 തീയതികളിലെ നിർണായക യോഗം ഇന്ത്യയുടെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള 4 ചരക്ക് സേവന നികുതി നിരക്കുകൾ പകുതിയാക്കി 2 കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ് കൗൺസിൽ പ്രധാനമായും പരിഗണിക്കുന്നത്. 5, 12, 18, 28 എന്നിങ്ങനെ 4 തട്ടുകളിലായി GST നിരക്കുകൾ 5, 18 എന്നിങ്ങനെ 2 മാറ്റാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഈ മാറ്റം നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് ഏകദേശം 8,000 മുതൽ 9,000 കോടി രൂപ വരെ പ്രതിവർഷം വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ നിർണായക ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. GST നടപ്പാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമില്ലാത്ത ഒരു നികുതി നിരക്ക് 15.3% കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ 2017-18 നികുതി ഘടന പരിഷ്കരിച്ചപ്പോൾ GST നടപ്പാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമില്ലാത്ത ഒരു നികുതി നിരക്ക് 15.3% കണക്കാക്കിയിരുന്നത്. എന്നാൽ 2017-18 നികുതി ഘടന പരിഷ്കരിച്ചപ്പോൾ ഈ റവന്യൂ ന്യൂട്രൽ റേറ്റ് 11.3% താഴ്ന്നു. ഇത് സംസ്ഥാന വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കാൻ തുടങ്ങി. GST നടപ്പാക്കുമ്പോൾ 14% വാർഷിക നികുതി വരുമാന വളർച്ച ഉറപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുറവ് വരുന്ന വരുമാനത്തിന് ആനുപാതികമായി പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പദ്ധതി 5-ാം വർഷം പൂർത്തിയായപ്പോൾ കേന്ദ്രം നിർത്തലാക്കി. ഇതോടെ വാഗ്ദാനം ചെയ്ത വരുമാനം ലഭിക്കാതെ സംസ്ഥാനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു. GST നിരക്ക് യുക്തിസഹമാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരളം ഉൾപ്പെടെ 6 ജില്ലകളിലെ ധനമന്ത്രിമാർ ഉൾപ്പെട്ട ഒരു മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സമിതിയുടെ പഠനങ്ങൾ കേന്ദ്രത്തിന്റെ നിലവിലെ പല വാദങ്ങൾക്കും വിരുദ്ധമായ കണ്ടെത്തലുകളാണ് നടത്തിയത്. വില കുറയ്ക്കുന്നതിനായി 2017-18 28% നികുതി നിരക്കിൽ ഉണ്ടായിരുന്ന 224 ആഡംബര ഉൽപ്പന്നങ്ങൾ 178 എണ്ണത്തിന്റെയും നികുതി 18%-ലേക്ക് താഴ്ന്നു. എന്നാൽ ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. കേരളം പ്രത്യേക താൽപര്യമെടുത്ത് ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന നടത്തി. റിഫ്രിജറേറ്റർ ഉൾപ്പെടെ 27 ഇനങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ നികുതി കുറച്ചിട്ടും ഒന്നിനും വില കുറഞ്ഞില്ലെന്ന് കേരളം കണ്ടെത്തി. പകരം ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കാണ് അതിന്റെ മുഴുവൻ നേട്ടവും ലഭിച്ചത്. നികുതി ഇളവിന്റെ പ്രയോജനം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്ന വസ്തുത കേരളം GST കൗൺസിലിനെയും മന്ത്രിതല സമിതിയെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും മന്ത്രിതല സമിതിയുടെ പഠന റിപ്പോർട്ടിനെ പൂർണ്ണമായും അവഗണിച്ച് GST കൗൺസിലിനെ നോക്കുകുത്തിയാക്കി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി GST പരിഷ്കരണ പ്രഖ്യാപനം നടത്തിയത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പുതിയ നികുതി പരിഷ്കരണങ്ങൾ നടപ്പായാൽ കേരളത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക ആഘാതം വളരെ വലുതാണ്. ഏതാണ്ട് 8,000 മുതൽ 9,000 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിൽ ഓട്ടോമൊബൈൽ മേഖലയിൽ മാത്രം ഏകദേശം 11,000 കോടി രൂപയുടെ വരുമാന നഷ്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 28% നികുതി നിരക്കിലുള്ള ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളെ 18%-ലേക്ക് താഴ്ത്തുമ്പോൾ ഈ നഷ്ടം സംഭവിക്കും. സിമന്റ് ഉൾപ്പെടെയുള്ള വൈറ്റ് ഗുഡ്സ് മേഖലകളിലും സമാനമായ വലിയ വരുമാന നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ വിൽക്കുന്ന ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഭാഗം 18-28% നികുതി നിരക്കിൽ ഉൾപ്പെടുന്നവയാണ്. ഇവയുടെ GST വലിയ തോതിൽ കുറയ്ക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് താങ്ങാനാവാത്ത വരുമാന നഷ്ടം വരുത്തും. നികുതി പരിഷ്കരണത്തിന്റെ പ്രഹരം ഇൻഷുറൻസ് മേഖലയിലും പ്രതിഫലിക്കും. ഇൻഷുറൻസ് പ്രീമിയത്തിന് GST ഒഴിവാക്കുന്നത് വഴി കേരളത്തിന് മാത്രം ഏകദേശം 500 കോടി രൂപയടുത്ത് വരുമാന നഷ്ടമുണ്ടാകും. കേരളമടക്കം പല സംസ്ഥാനങ്ങളും ദരിദ്ര വിഭാഗങ്ങൾക്കായി പ്രത്യേക ഇൻഷുറൻസ് പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളം പ്രതിവർഷം 45 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കാനായി ഏകദേശം 1,500 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്നുള്ള നികുതി വരുമാന നഷ്ടം കൂടി ഉണ്ടാകുമ്പോൾ ഇത്തരം സാമൂഹിക ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ വെല്ലുവിളിയാകും. കൂടാതെ സംസ്ഥാന ലോട്ടറിക്ക് മേലുള്ള കേന്ദ്രത്തിന്റെ പുതിയ നികുതി നിർദ്ദേശവും വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. നിലവിലെ 28% നികുതി 40%-ആയി ഉയർത്താനാണ് നീക്കം. ഇത് ലോട്ടറി വിൽപ്പനയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെയും ലോട്ടറി വരുമാനം വഴി നടത്തുന്ന സംസ്ഥാനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ലോട്ടറിയെ ചൂതാട്ടമായി കാണാതെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായി കണക്കാക്കണമെന്നും അതിന്റെ വരുമാനം ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. GST നിരക്ക് ഇനിയും കുറയ്ക്കുന്നതിനെ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന സർക്കാരുകൾ പോലും അനുകൂലിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം.
പുതിയ പരിഷ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് 60,000 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് ഏകദേശം 4 ലക്ഷം കോടി രൂപയിലധികം വരുമാന നഷ്ടം ഉണ്ടാക്കുമെന്നാണ് പൊതു വിലയിരുത്തൽ. ഇതിന്റെ യഥാർത്ഥ ഭാരം ചുമക്കേണ്ടി വരിക കേരളം പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളായിരിക്കും. കേന്ദ്ര സർക്കാരിന് GSTക്ക് പുറമെ മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടെന്നതും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. പൊതുമേഖലാ ബാങ്കുകളുടെയും സ്ഥാപനങ്ങളുടെയും ലാഭവിഹിതമായി കഴിഞ്ഞ വർഷം 2.89 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. ഈ വർഷം 3.25 ലക്ഷം കോടി രൂപ ലഭിക്കുമെന്നും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റിസർവ് ബാങ്ക് കരുതൽ ധനത്തിൽ നിന്ന് 2.69 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ഇതിനെല്ലാം പുറമെയാണ് വിവിധ സെസ്സുകളിലൂടെ വൻ തുക പരിഗണിക്കുന്നതും. എന്നാൽ ഈ വലിയ തുകയിൽ 1 രൂപ പോലും സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകിയിട്ടില്ല. ഇത് കേന്ദ്ര സംസ്ഥാന ധനബന്ധത്തിലെ അസന്തുലിതാവസ്ഥ കൂടുതൽ രൂക്ഷമാക്കുന്നു. GST പരിഷ്കരണം പാവപ്പെട്ടവർക്കും മധ്യവർഗക്കാർക്കും നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നികുതി ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നടപടിയല്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ രാജ്യത്തിന് കീഴടങ്ങലാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടനയെ മരിച്ച സമ്പദ്ഘടന എന്ന് ട്രംപ് പരിഹസിക്കുകയും ഉയർന്ന നികുതി നിരക്കാണ് ഈ മരവിപ്പിന് കാരണമെന്നും അത് കുറയ്ക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പകരച്ചുങ്കവും എണ്ണച്ചുങ്കവും അടിച്ചേൽപ്പിക്കുക വഴി ട്രംപ് ലക്ഷ്യമിട്ടത് ഈ നികുതികൾ കുറയ്ക്കുക, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഇന്ത്യയിൽ യഥേഷ്ടം അവസരമൊഴുക്കുക എന്നത് തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ GST പരിഷ്കരണ നീക്കം ട്രംപിന് വേണ്ടിയുള്ള മോദിയുടെ പാത തെളിയിക്കലാണെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കൻ അധിക ചുങ്കം കേരളത്തിന്റെ കയറ്റുമതി വ്യവസായത്തെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. 2023-24 അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് 36,958 കോടി രൂപയുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. ഇതിൽ കേരളത്തിന്റെ പങ്ക് 6,410 കോടി രൂപയാണ്. ചൈന കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ 12% കേരളം തന്നെയാണ് സംഭാവന ചെയ്യുന്നതും. അമേരിക്കൻ അധിക ചുങ്കം ഈ മേഖലകളെയും കയർ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കും. മാറ്റുകൾ, ബ്രഷ്, കൊക്കോപിറ്റ് ഉൾപ്പെടെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്കാണ് US പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. നികുതി വരുമാന നഷ്ടം സംസ്ഥാന സർക്കാരുകളെ ചെലവുകൾ ചുരുക്കാൻ നിർബന്ധിതരാക്കും. ഇത് സംസ്ഥാന സർക്കാരുടെ ക്ഷേമ പരിപാടികളെയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെയും സാരമായി ബാധിക്കും. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ നഷ്ടം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. ഒപ്പം GST നഷ്ടപരിഹാര കാലാവധി നീട്ടുകയും വേണം. ഈ വിഷയങ്ങളിൽ സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരികയാണ്. GST കൗൺസിൽ യോഗത്തിൽ ഈ ആവശ്യങ്ങൾ ശക്തമായി ഊന്നിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.